Hello guys. So Mr. A was running an orphanage and his friend Mr. S, a philanthropist, agreed to donate 2 lakh for treatment of a child who was suffering from cancer. അപ്പം മിസ്റ്റർ എ ആണ് ഓർഫനേജ് തുടങ്ങിയിരുന്നത്. അപ്പം മിസ്റ്റർ എസ് എന്ന് പറഞ്ഞിട്ടുള്ള മിസ്റ്റർ എയുടെ ഫ്രണ്ട് ഉണ്ട്. അതൊരു നല്ല രീതിയിലുള്ളൊരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. അപ്പം 2 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ ഒരു ഓർഫൺ ചൈൽഡിൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺ എമർജൻസി മിസ്റ്റർ എ ഇൻകേർഡ് 1.5 lakh ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചൈൽഡ്. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ മിസ്റ്റർ എ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി കൊടുത്തു. നൗ മിസ്റ്റർ എസ് റിഫ്യൂസ്ഡ് ടു പേ. കുറച്ച് കഴിഞ്ഞ് പിന്നെ മിസ്റ്റർ എസിനോട് ചോദിച്ചപ്പോൾ മിസ്റ്റർ എസ് പറഞ്ഞു തരില്ല, പൈസ തരില്ല എന്ന് പറഞ്ഞു. വെദർ മിസ്റ്റർ എ ക്യാൻ ക്ലെയിം 1.5 lakh ഫ്രം മിസ്റ്റർ എസ് വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പം ആ ഒരു പൈസ ഓൾറെഡി തരാമെന്ന് പറഞ്ഞത് ഇപ്പം തരൂല എന്ന് പറഞ്ഞില്ലേ. അപ്പം അത് ഇനി മിസ്റ്റർ എക്ക് ലീഗലി മൂവ് ചെയ്തിട്ട് ഈ മിസ്റ്റർ എസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം നമ്മളൊന്ന് പറയണം. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ആൻസർ നോക്കിക്കോ. ദി ജനറൽ റൂൾ ഈസ് ദാറ്റ് അപ്പം ജനറൽ റൂള് പ്രകാരം ഒരു എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് എന്നാണ് പറഞ്ഞത്. ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി, ആ എഗ്രിമെൻറ്റിൽ നമ്മളൊരു കൈമാറ്റവും ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സംതിങ് ഇൻ റിട്ടേൺ അല്ലേ. നമ്മളൊന്നും കൈമാറ്റം ചെയ്യാതെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റ് തന്നെ നിലനിൽക്കാത്തതാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ, വാക്കാലെ പറയുന്നതൊന്നും ഈ കോർട്ടിൽ എൻഫോഴ്സിയബിൾ അല്ല അല്ലേ. ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ ഇത് തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോർട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല. കോർട്ട് നീഡ് എവിഡൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ജനറൽ റൂൾ ഈസ് ദാറ്റ്, അത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ വാക്കാലെ പറഞ്ഞതൊന്നും കോടതിയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഈ മിസ്റ്റർ എസ് വാക്കാലെ ഞാൻ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് അവിടെ ഒരു പ്രൂഫോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ അത് പിന്നീട് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം അവിടെ ഇപ്പോൾ റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലീഗലി ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറൽ റൂൾ ഈസ് ദാറ്റ് ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. സെക്ഷൻ 25 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ് പറഞ്ഞത്. സെക്ഷൻ 25 ആണ് പറഞ്ഞത്. ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് an agreement made without consideration is void. However, in the following case, the agreement though made without consideration will be valid and enforceable. ഇപ്പോൾ കണ്ടോ, പെട്ടെന്ന് ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഇവിടെ പറഞ്ഞത് കണ്ടോ, however in the following case, ഇപ്പോൾ പറയാൻ പോകുന്ന കേസുകളിൽ the agreement though made without consideration, അതായത് കൺസിഡറേഷൻ കൈമാറ്റങ്ങളോ ഒന്നും നടക്കാതെ കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ വാക്കാലെ പറഞ്ഞതും കോടതിയിൽ നിലനിൽക്കുന്ന ഒരു ഇടപാടായിട്ട് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആയിട്ട് നിൽക്കും. എപ്പോഴാണെന്നറിയോ, വിൽ ബി വാലിഡ് ആൻഡ് എൻഫോഴ്സിയബിൾ. നമുക്ക് എന്ത് നടപടി വേണമെങ്കിലും ഇതിന് കോടതി എടുക്കും, വാക്കാലെ പറഞ്ഞതായാലും. അത് ഏത് കേസാണെന്നറിയോ, ഒരു എക്സെപ്ഷണൽ കേസാണ്. അതാണ് ചാരിറ്റി. അപ്പം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇഫ് എ പ്രോമിസി അണ്ടർടേക്സ് ദ ലയബിലിറ്റി ഓൺ ദ പ്രോമിസ് ഓഫ് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി ദ കോൺട്രാക്ട് ഷോൾ ബി വാലിഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഇഫ് എ പ്രോമിസി, അപ്പം പ്രോമിസറും ഉണ്ടാവും പ്രോമിസി ഉണ്ടാവും അല്ലേ. അപ്പം ഒരു വാക്ക് പറയുന്ന ആളെയാണ് പ്രോമിസർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വാക്ക് പറഞ്ഞത് ആരാ, മിസ്റ്റർ എസ് അല്ലേ. മിസ്റ്റർ എസ് വാക്ക് പറഞ്ഞു ഞാൻ 2 ലക്ഷം രൂപ തരാമെന്ന്. അപ്പോൾ ഇവിടെ പ്രോമിസി ആരാണ്, ആ വാക്ക് ഏറ്റെടുത്ത ആൾ. അപ്പം ഇഫ് എ പ്രോമിസി അണ്ടർടേക്സ് ദ ലയബിലിറ്റി, അപ്പോൾ കണ്ടോ പ്രോമിസി ആയിട്ടുള്ള മിസ്റ്റർ എ ഒരു ബാധ്യത ഏറ്റെടുത്തു അല്ലേ, ഓൺ ദ പ്രോമിസ് ഓഫ് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി. അപ്പം മിസ്റ്റർ എസ് അങ്ങനെ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ഇതിലും ഞാനിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടൊന്ന് ഈ 1.5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് മിസ്റ്റർ എസ് തരുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലേ മിസ്റ്റർ എ അങ്ങനെ ചെയ്തത്. അപ്പം ഇഫ് എ പ്രോമിസി അണ്ടർടേക്സ് ദ പ്രോമിസി ഇൻ ദ സെൻസ് മിസ്റ്റർ എ അണ്ടർടേക്സ് ദ ലയബിലിറ്റി ഓൺ ദ പ്രോമിസ് ഓഫ് ദ
person to contribute to charity, there the contract shall be valid. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മിസ്റ്റർ എസ് പറഞ്ഞ ഒരു വിശ്വാസത്തിലാണ് മിസ്റ്റർ എ ഈ 1.5 ലക്ഷം രൂപ എന്ത് ചെയ്തത്, അറേഞ്ച് ചെയ്തുണ്ടാക്കിയത്. എന്നിട്ട് മിസ്റ്റർ എസിനോട് ചോദിച്ചപ്പോൾ മിസ്റ്റർ എസ് തരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോടതിയിൽ നടപടിക്രമങ്ങളിലൂടെയൊക്കെ നമുക്ക് പോയിട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ കേസ് കോടതിയിൽ എൻഫോഴ്സിയബിൾ ആയിരിക്കും. നമുക്ക് എന്തായാലും ആ കേസ് കോടതിയിൽ നടത്താനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ആ കേസ് നിലനിൽക്കുന്ന ഒരു കേസായിട്ട് മാറും, ഈവൻ ദോ അതൊരു വാക്കാലെ പറഞ്ഞതാണെങ്കിൽ കൂടി. സോ ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് മിസ്റ്റർ എ ക്യാൻ ക്ലെയിം 1.5 lakh ഫ്രം മിസ്റ്റർ എസ് എന്ന് കൺക്ലൂഷനും കൂടി കൊടുത്ത ഫുൾ മാർക്ക് കിട്ടും. സോ ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് മിസ്റ്റർ എ ക്യാൻ ക്ലെയിം 1.5 lakh ഫ്രം മിസ്റ്റർ എസ്. അപ്പോൾ ആ ചാരിറ്റീൻ്റെ കേസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇഫ് എ പ്രോമിസി അണ്ടർടേക്സ് ദ ലയബിലിറ്റി, ഇപ്പം പ്രോമിസി ലയബിലിറ്റി ഏറ്റെടുക്കുകയാണ്, ആ ഒരു ബാധ്യത ഏറ്റെടുക്കുകയാണ്. എന്തുകൊണ്ടുള്ള ബാധ്യത? ഓൺ ദ പ്രോമിസ്, ആ ഒരു വാക്ക് തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഒരു ബാധ്യത എങ്ങാനും പ്രോമിസി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓഫ് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി ആണെങ്കിൽ ഓക്കെ, ദർ ദ കോൺട്രാക്ട് ഷോൾ ബി വാലിഡ്. അതായത് ഓൺ ദ പ്രോമിസ് ഓഫ് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി, പ്രോമിസ് ഓഫ് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി. അപ്പം ചാരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നൊരു പേഴ്സൺ പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലയബിലിറ്റി പ്രോമിസി ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിൽ പ്രോമിസി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് അവസാനം പൈസ ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറയാനായിട്ട് പാടില്ല. അപ്പോൾ മിസ്റ്റർ എക്ക് ക്യാൻ ക്ലെയിം 1.5 lakh ഫ്രം മിസ്റ്റർ എസ്, അത്രേ ഉള്ളൂ. So if a promisee undertakes the liability on the promise of the person to contribute to charity, there the contract shall be valid. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.